ഒരു ചെറു പുഞ്ചിരി. പേര് പോലെ തന്നെ ഒരു ചെറു പുഞ്ചിരിയോടെ അല്ലാതെ നമുക്ക് ഈ ചിത്രം കണ്ടു തീർക്കാനാവില്ല. വിരമിച്ച എസ്റ്റേറ്റ് മാനേജറായ കൃഷ്ണക്കുറുപ്പിന്റെയും ഭാര്യ അമ്മാളുകുട്ടിയുടെയും പ്രണയം തുളുമ്പുന്ന കഥ. നമുക്കും ഇങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കൊതി തോന്നിപ്പിക്കുന്ന MT വാസുദേവൻ നായരുടെ രചനകളിൽ അപൂർവമായ ഒന്ന്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഥയിലേക്ക് കിടക്കാം. എസ്റ്റേറ്റ് മാനേജറായി വിരമിച്ച കൃഷ്ണക്കുറുപ്പും ഭാര്യ അമ്മാളുകുട്ടിയും ഗ്രാമത്തിലെ തങ്ങളുടെ വീട്ടിൽ സുഖമായും സന്തോഷമായും കഴിഞ്ഞു പോകുന്നു. മക്കളൊക്കെ ദൂര സ്ഥലങ്ങളിലാണ്. നാട്ടിലെ പറമ്പും തൻ്റെ പച്ചക്കറിത്തോട്ടവുമൊക്കെ ഉപേക്ഷിച്ച് മക്കളോടൊപ്പം നിൽക്കാൻ അവർ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഇരുവർക്കും അതിലത്ര താല്പര്യം പോരാ. കുറുപ്പ് മഹാകണിശക്കാരനും ദയാലുവുമാണ്. ചിട്ടയായ ജീവിതം നയിക്കുന്ന പച്ചയായ മനുഷ്യൻ. കുറുപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ കണ്ണിമാങ്ങകൾക്ക് കല്ലെറിയുന്ന, കക്കരി മോഷ്ടിക്കുന്ന കള്ളനെ കയ്യോടെ പൊക്കാൻ നോക്കിയിരിക്കുന്ന കുറുപ്പ്, തളിരിവാടി നിൽക്കുന്ന വഴുതനയെ ആശ്വസിപ്പിക്കുന്ന കുറുപ്പ്, മാങ്ങ മോഷ്ടാവ് തകർക്കുന്ന വേലിയിലൂടെ അയലത്തെ ആടുകൾ തൊടിയിലെത്തി കൃഷി നശിപ്പിക്കുന്നുവെന്ന് അമ്മാളുകുട്ടിയോട് നിത്യം പരാതി പറയുന്ന കുറുപ്പ്. പോസ്റ്റ്മാനായ രാമൻകുട്ടിയും രാമൻകുട്ടിയുടെ ജ്യേഷ്ഠന്റെ മകനായ ഭാസ്കരനും അയൽക്കാരായ ജാനുവും മകൾ മാലതിയും അവരുടെ വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന കണ്ണനും, ഇവരൊക്കെയാണ് കുറുപ്പിന്റെ അയൽക്കാരും സഹായികളും. വീട്ടിൽ ഫോൺ വന്നതോടെ മക്കളുടെ എഴുത്തുകൾ കുറഞ്ഞു. അതുകൊണ്ട് എഴുത്തില്ല, ഇത്തവണ മാസിക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന രാമൻകുട്ടിയോട് എഴുത്ത് വായിക്കണ സുഖം ഫോൺ വിളിച്ചാൽ കിട്ടുമോ എന്ന് കുറുപ്പ് ചിരിയോടെ ചോദിക്കുന്നു. കുശലം അന്വേഷിച്ച് രാമൻകുട്ടി യാത്രയാവുന്നു. ഒരു ദിവസം കുറുപ്പ് നമ്മുടെ മാങ്ങാക്കള്ളനെ കയ്യോടെ പിടികൂടി അമ്മാളുവിനെ ഏൽപ്പിക്കുന്നു. പേടിച്ചു നിൽക്കുന്ന കണ്ണനോട് നീ എന്താ സ്കൂളിൽ പോകാതെ പണിക്ക് നിൽക്കണേ എന്ന ചോദ്യത്തിന് സ്കൂളിലെ ഉച്ചക്കഞ്ഞി നിർത്തി, അതുകൊണ്ട് പോണില്ല എന്ന കണ്ണന്റെ മറുപടി കുറുപ്പിന്റെ നെഞ്ചിലാണ് കൊണ്ടത്. ഇനി മാങ്ങ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, മോഷ്ടിക്കാൻ നിൽക്കരുത് എന്ന് കുറുപ്പ് സ്നേഹത്തോടെ കണ്ണനോട് ശാസിക്കുന്നു. രാത്രിയിൽ എന്താണ് കഴിക്കാനെന്ന് അമ്മാളുവിനോട് കുറുപ്പ് ചോദിക്കുന്നു. ഈ സമയം കണ്ണന്റെ കയ്യിൽ നിന്നും താഴെ പോയ വിസിലെടുത്ത് ഊതി അമ്മാളു കുറുപ്പിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഒരു മെഴുക്കുപുരട്ടി, ഉച്ചക്കത്തെ മോരൊഴിച്ച് കൂട്ടാൻ ചെറുതായി ഒന്ന് ചൂടാക്കണം, 5-6 പപ്പടം കൂടെ ചുട്ടോ, 2 ചെറിയ തേങ്ങാപ്പൂള് പപ്പടത്തിന്റെ കൂടെ അസ്സലായിരിക്കും എന്ന കുറുപ്പിന്റെ വിവരണം തനിക്ക് ഭക്ഷണത്തോടുള്ള പ്രിയം വെളിവാക്കുന്നു. രാത്രി ഇരുവരും ചേർന്ന് സിനിമ കാണുന്ന സമയം താൻ പണ്ട് സിനിമയ്ക്ക് പോയ വീരസം കുറുപ്പ് പറയുമ്പോൾ തന്നെ സിനിമയ്ക്ക് കൊണ്ടുപോവാത്തതിൽ അമ്മാള് പരിഭവം പറയുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയിലെ പാട്ടിന്റെ വരികൾ അമ്മാള് മൂളുന്നു. അമ്മാളുവിന് മറന്നെടുത്ത് നിന്ന് കുറുപ്പ് തുടരുന്നു. പൂമുഖ കിളിവാതിൽ അടയ്ക്കുകില്ല എന്ന് പാടുമ്പോൾ പെട്ടെന്ന് ഗേറ്റ് അടച്ചില്ലേ അമ്മാളുട്ടി എന്ന കുറുപ്പിന്റെ ചോദ്യം നമ്മളിൽ ചിരി ഉണർത്തുന്നു. കറണ്ട് പോകുന്ന സമയം അവർ മക്കളെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. ആ ചർച്ച ചെന്ന് അവസാനിക്കുന്നതാവട്ടെ നാളെ കാലത്തെന്താ, ഉച്ചയ്ക്കെന്താ കഴിക്കാൻ എന്നൊക്കെയുള്ള കുറുപ്പിന്റെ ചോദ്യത്തിലും. തുടർന്ന് നാളത്തേക്കുള്ള ഭക്ഷണത്തിനായുള്ള ഒരു നീണ്ട പട്ടിക തന്നെ കുറുപ്പ് പറയുന്നു. വെപ്പ് പണിക്ക് പോയാൽ നല്ല വരുമാനം കിട്ടുമെന്ന് അമ്മാള് കളിയാക്കുന്നു. വെപ്പ് പണി അത്ര മോശമല്ലെന്നും പിന്നെ എങ്ങനെയൊക്കെയോ തനിക്കിത്തിരി കൈപുണ്യം കിട്ടിയിട്ടുണ്ടെന്നും കുറുപ്പ് പറയുമ്പോൾ അതീ ശാപ്പാട്ട് രാമന് 10-49 കൊല്ലം വെച്ച് വിളമ്പിയിട്ടാണെന്നും പണ്ട് ആളൂരിൽ നിന്നും വന്ന പ്രതാപം നിറഞ്ഞ വീട്ടിലെ കല്യാണാലോചന തട്ടി നീക്കിയത് ഇങ്ങനെ എന്നും അടുക്കളയിൽ കിടക്കാൻ വേണ്ടിയാവുമെന്നും പറഞ്ഞ് പരിഭവിച്ച് അമ്മാളു അകത്തേക്ക് പോകുന്നു. അന്ന് രാത്രിയിൽ കുറുപ്പിന് കലശമായ നെഞ്ചരിച്ചിലുണ്ടാവുന്നു. അത് കാലേ കൂട്ടി കണ്ട അമ്മാളു നേരത്തെ കരുതി വെച്ച അഷ്ടചൂർണവും മോരും കുടിക്കാൻ കൊടുത്ത്, മാങ്ങാക്കറി കൂടുതൽ കഴിച്ചതിന് ശകാരവും കൊടുത്ത്, കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് കുറുപ്പിന്റെ നെഞ്ചിൽ പതിയെ തടവിക്കൊടുത്ത് കുറുപ്പിനെ തന്നെ നോക്കിക്കിടക്കുന്ന അമ്മാളു. അവരുടെ സൗന്ദര്യ പിണക്കങ്ങൾക്ക് അത്രയേ ആയുസുണ്ടായിരുന്നുള്ളൂ. കാലത്ത് പശുവിനെ കറക്കുമ്പോൾ പശുക്കിടാവിനെ മാറ്റിക്കെട്ടാൻ സഹായത്തിനായി കണ്ണൻ എത്തുന്നു. കണ്ണന് അമ്മയില്ല, അച്ഛനും രണ്ടാനമ്മയുമേ ഉള്ളൂ. അവന്റെ സാഹചര്യം മനസ്സിലാക്കി ദിവസവും വൈകുന്നേരം 3 മണിക്ക് കണ്ണനെ പഠിപ്പിക്കാമെന്ന് ഏൽക്കുന്ന കുറുപ്പ്. പറമ്പിലെ തെങ്ങിനും തന്റെ മകനും ഒരേ പ്രായമാണെന്നും കഴിഞ്ഞ തവണത്തെ പോലെ കുറവ് വിളവ് പാടില്ലെന്ന് തെങ്ങിനോട് പറഞ്ഞ് മൂവരും വീട്ടിലേക്ക് നടക്കുന്നു. കുറുപ്പിന്റെ കയ്യിൽ നിന്നും സ്ഥിരമായി തേങ്ങ വാങ്ങുന്നത് പൗലോസാണ്. ആ കണക്കുകൾ നോക്കുന്നതിനിടയ്ക്കാണ് പണ്ട് ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ഗോവിന്ദേട്ടന്റെ വരവ്. ഭാര്യ മരിച്ചതിൽ പിന്നെ അങ്ങേരൊറ്റയ്ക്കാണ്. ഗോവിന്ദേട്ടന്റെ വരവിൽ
അമ്മാളുവിനും സന്തോഷം തന്നെ. കുറുപ്പ് ഗോവിന്ദേട്ടനുമൊത്ത് തന്റെ കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ ഈ കണ്ട കാലം അത്രയും തന്റെ ഭ്രാന്തുകളൊക്കെ സഹിക്കുന്ന ഒരു പച്ച പാവമാണ് അമ്മാളു എന്ന് അമ്മാളു അരികിലില്ലാത്ത സമയം ഗോവിന്ദേട്ടനോട് പറയുന്നു. അവരങ്ങനെ പഴയ വർത്തമാനങ്ങളും പാട്ടും പറച്ചിലുമൊക്കെയായി ഒരു ദിനം കഴിക്കുന്നു. ഇനി അടുത്ത തവണ 4-5 ദിവസം തങ്ങാനായി വരണമെന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഗോവിന്ദേട്ടനെ അമ്മാളു യാത്രയാക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ, എന്നാൽ അവരുടെ സ്നേഹത്തിന് മുന്നിൽ നിറഞ്ഞ മനസ്സോടെ അയാൾ നടന്നകലുന്നു. മുറ്റമടിക്കാനായി പണിക്കാരി വരാതിരുന്ന ഒരു ദിവസം കുറുപ്പ് അമ്മാളുവിനെ മുറ്റമടിക്കാൻ സഹായിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലുള്ള കണ്ണന്റെ പഠനവും മുറ തെറ്റാതെ നടക്കുന്നു. ഇതിനിടയ്ക്കാണ് മകൾ രാധയും മരുമകനും പുതിയ വീട് വാങ്ങിയ വിവരത്തിന് കത്തയക്കുന്നത്. ശേഷം ഫോണിൽ വിളിച്ച് അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. മകൾ വിളിച്ചുവെന്ന വിവരം അമ്മാളുവിനെ അറിയിക്കാൻ അവരെ തെരഞ്ഞിറങ്ങുന്ന കുറുപ്പ് അയൽ വീട്ടിൽ മാലതിയുടെ അടുത്തിരുന്ന് കൈത്തുന്നൽ പഠിക്കുന്ന അമ്മാളുവിനെ കണ്ട് ഊറിച്ചിരിക്കുന്നു. അങ്ങനെ പശുക്കളെയും പച്ചക്കറിയും മാലതിയെയും കണ്ണനെയും ഏൽപ്പിച്ച് മകൾ പറഞ്ഞയച്ച കാറിൽ ഇരുവരും മകളുടെ വീട് കാണാൻ യാത്രയാകുന്നു. രാധയുടെ വീട്ടിൽ അവരുടെ ചിട്ടവട്ടങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ രണ്ടുപേരും സഹകരണത്തോടെ കഴിയുന്നു. ഊണ് കഴിക്കുന്ന സമയത്ത് അച്ഛന്റെ പഴയ സുഹൃത്തായ ചിന്നമണി അമ്മ ഇവിടെ അടുത്താണെന്നും അവർ അച്ഛനെ അന്വേഷിച്ചുവെന്നും മകൾ പറയുന്നുണ്ട്. ചിന്നമണിയമ്മ എന്ന പേര് കേൾക്കുമ്പോഴേക്കും കുറുപ്പിന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസാദം. അത് അമ്മാളു ശ്രദ്ധിക്കാതിരുന്നില്ല. അതേ തുടർന്ന് അമ്മാളു കുറുപ്പിനോട് ചെറിയ രീതിയിൽ സൗന്ദര്യപ്പിണക്കത്തിലാവുന്നു. എന്നാൽ പിറ്റേന്ന് അമ്പലത്തിലേക്ക് പോയി വരും വഴി അമ്മാളു ചിന്നമണിയമ്മയെ കാണുകയും അവരുടെ വയ്യാത്ത അവസ്ഥയിൽ പരിതാപം തോന്നി കുറുപ്പിനെ അവരെ കണ്ടുവരൂ എന്ന് സമ്മതം കൊടുത്തും അയക്കുന്നു. പണ്ട് ചിന്നമണി കുറുപ്പിന് കത്ത് കൊടുത്തിരുന്നു അത്രേ. അവർ വലിയ പ്രതാപികളായിരുന്നു, വലിയ കുടുംബക്കാർ. എസ്റ്റേറ്റിലെ പണിക്കാരനായ കുറുപ്പിന് അന്ന് അവരെ പേടിയായിരുന്നു അത്രേ. പഴയ കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ലെന്നും അസുഖത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്നും കുറുപ്പ് പുറത്തു കാത്തുനിന്ന അമ്മാളുവിനോട് പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്നു. കാവൽക്കാരായ കണ്ണനും മാലതിക്കും അമ്മാളു അമ്മ പലഹാരപ്പൊതി നൽകുന്നു. വന്ന വേഷം പോലും മാറാതെ കുറുപ്പ് തന്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോകുന്നു. ഈ സമയത്താണ് കുവൈത്തിലെ മകന്റെ കത്തുമായി രാമൻകുട്ടിയുടെ വരവ്. ഈ വീടും പറമ്പും വിറ്റ് മക്കളോടൊപ്പം കൂടാൻ ഇത്തവണയും രാമൻകുട്ടി കുറുപ്പിനോട് പറയുമ്പോൾ ഞങ്ങൾക്കിതൊക്കെ ധാരാളമാണെന്നും മക്കൾക്കുള്ളതൊക്കെ അവരും സമ്പാദിക്കുന്നുണ്ടെന്നും കുറുപ്പ് പതിവ് പല്ലവി പറയുന്നു. ഈ സമയത്താണ് അമ്പലക്കമ്മിറ്റിക്കാർ ഉത്സവ പിരിവിനായി വരികയും ഉച്ചക്കഞ്ഞി നിർത്തിയ കാര്യം ആരെങ്കിലും അറിഞ്ഞോ? അതിനൊരു നടപടിയാകാതെ കരിമരുന്ന് കത്തിച്ച് മനുഷ്യരെ ഉറക്കം കെടുത്തുന്നവർക്ക് ഇവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന പരുഷമായ കുറുപ്പിന്റെ വാക്കുകൾ കേട്ട് ഉത്സവ കമ്മിറ്റിക്കാരുടെ ഉത്സാഹം കേട്ട് വന്ന വഴി പായുന്നു. കുറുപ്പ് അമ്മാളുവിന്റെ തലമുടി ജീവി കൊടുക്കുന്ന മനോഹര കാഴ്ച കണ്ണൻ മാലതിക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നു. അവരുടെ സ്നേഹം കണ്ണൻ കൂടി ആസ്വദിക്കുകയാണ്. അവരുടെ പ്രണയത്തെക്കുറിച്ച് ജാനുവും മകളായ മാലതിയോട് വാകൂട്ടാതെ പറയുന്നുണ്ട്. ജാനുവും ഭർത്താവും ഇവിടേക്ക് ഒളിച്ചോടി വന്നവരാണ്. അന്ന് കുറുപ്പും അമ്മാളവും മാത്രമായിരുന്നു അവർക്കൊരു സഹായത്തിനായി ഉണ്ടായത്. ആ നന്ദി തിരിച്ച് ജാനുവിനും അവരോടുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരം കണ്ണനെ പഠിപ്പിക്കുന്നതിനിടയിൽ അടുക്കളയിലേക്ക് എത്തി നോക്കുന്ന കുറുപ്പിനെ 6 മാസം മുൻപ് ഭരണിയിൽ ഇട്ടുവെച്ച ഉപ്പുമാങ്ങ എടുക്കാൻ അമ്മാളു തട്ടിൻപുറത്ത് കയറ്റുന്നു. മുകളിലെത്തിയതും അമ്മാളു ഏണി മാറ്റിവെച്ച് തേങ്ങ ചുരുകി ചമ്മന്തി അരയ്ക്കുന്നു. ഈ സമയം അത്രയും കുറുപ്പ് ആ തട്ടിൻമുകളിൽ ഇരുന്ന് അമ്മാളുവിനെ ചീത്ത പറയുകയാണ്. അടുക്കളയിലെ കശപിശ കേട്ട് കണ്ണനും അവിടേക്ക് ഓടിയെത്തുന്നു. തേങ്ങ ചിരവുമ്പോ വല്യച്ഛൻ അടുത്തുണ്ടെങ്കിൽ മുഴുവനും കൊത്തിപ്പെറുക്കി കഴിക്കും. ചമ്മന്തി അരച്ചു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴെ ഇറക്കാമെന്ന് പറഞ്ഞ് കണ്ണനും അമ്മാളുവും ചേർന്ന് ഏണി വെച്ചു കൊടുക്കുന്നു. തട്ടിൻമുകളിൽ നിന്നും താഴെ ഇറങ്ങിയതും അരച്ചുവെച്ച തേങ്ങാ ചമ്മന്തി തൊട്ടു നക്കി കുറുപ്പ് സംതൃപ്തനാവുന്നു. വല്യമ്മയെ കൊല്ലണില്ലേ എന്ന കണ്ണന്റെ ചോദ്യത്തിന് തൽക്കാലം കൊല്ലണില്ല, ഇതുപോലെ കൈപ്പുണ്യമുള്ള ഒരു വല്യമ്മയെ വേറെ കിട്ടില്ലല്ലോ എന്ന് ചിരിയോടെ കുറുപ്പ് പറയുന്നു. അമ്മാളു അമ്മയുടെ കൈത്തുന്നൽ തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ അമ്മാളുവിനൊരു തലകർക്കം. ഡോക്ടർ വന്ന് പരിശോധിച്ച് മരുന്ന് നൽകി. മക്കൾ ഓരോരുത്തരായി അന്വേഷണം തുടങ്ങി. എന്നാൽ തന്റെ നാടൻ ചികിത്സയിലൊക്കെ ഭേദമാവുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ഞവരക്കിഴിപിടുത്തവുമായി കുറുപ്പ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലതികയ്ക്കൊരു കല്യാണാലോചനയുമായി രാമൻകുട്ടി വരുന്നത്. കുറുപ്പും ഭാര്യയും അവിടെ ഉണ്ടാകണമെന്ന് ജാനു നേരത്തെ ക്ഷണിച്ചതിന്റെ പേരിൽ അവർ രണ്ടാളും കാരണവന്മാരുടെ സ്ഥാനത്ത് അവിടെ എത്തുന്നു. എന്നാൽ ചെക്കന്റെ വീട്ടുകാർ സ്ത്രീയേക്കാൾ പ്രാധാന്യം സ്ത്രീധനത്തിന് കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ കുറുപ്പ് ആ ആലോചനയ്ക്ക് എതിര് പറയുന്നു.
രാമൻകുട്ടിയുടെ ഏട്ടന്റെ മകനായ ഭാസ്കരൻ ഇടയ്ക്ക് കുറുപ്പിനെ കാണാൻ വരൽ പതിവുണ്ട്. ഭാസ്കരന് ജോലി തരപ്പെടുത്തി കൊടുത്തത് കുറുപ്പായിരുന്നുവല്ലോ. ഭാസ്കരനെ പറ്റി എന്താ തന്റെ അഭിപ്രായമെന്ന് ഭാര്യയോട് കുറുപ്പ് ചോദിക്കുമ്പോൾ നല്ലവനാ, നന്ദിയുള്ള കൂട്ടത്തിലാ എന്ന അമ്മാളുവിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടിയതോടെ ലതികയുടെയും ഭാസ്കരന്റെയും കാര്യത്തിൽ കുറുപ്പിനൊരു പ്രത്യേക താല്പര്യം തോന്നുന്നു. അങ്ങനെ ഒരിക്കൽ ഭാസ്കരൻ കുറുപ്പിനെ കാണാൻ വന്ന സമയത്ത് യാദൃശ്ചികമായി തന്റെ പച്ചക്കറിത്തോട്ടത്തിൽ വെച്ച് അവരെ തമ്മിൽ കണ്ടുമുട്ടിക്കാനും കുറുപ്പിന് സാധിച്ചു. പിന്നീട് ഒരു ദിവസം രാമൻകുട്ടി ഭാസ്കരന്റെ കത്തിലെ ഉള്ളടക്കം പറഞ്ഞ് പരിഭ്രമത്തോടെ കയറി വന്നു. ലതികയുമായുള്ള വിവാഹം ഭാസ്കരൻ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇനി തനിക്കും സ്ത്രീധനത്തിന്റെ കണക്ക് പറയാനുണ്ടോ എന്ന കുറുപ്പിന്റെ ചോദ്യത്തിനു മുന്നിൽ അതുകൊണ്ടല്ല, ഏട്ടനില്ലാത്തത് കൊണ്ട് അവന്റെ അമ്മയോടും അമ്മയുടെ ആങ്ങളയോടും ഒന്ന് ആലോചിക്കണം എന്ന് രാമൻകുട്ടിയും പറയുന്നു. ആലോചിക്കൂ, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി, നമുക്കൊക്കെ വേണ്ടപ്പെട്ട കുട്ടിയല്ലേ മാലതി എന്ന കുറുപ്പിന്റെ മറുപടിയിൽ പരിഭ്രമം തെല്ലൊന്ന് ശമിച്ച രാമൻകുട്ടി പതിയെ വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു മുന്നറിയിപ്പുമില്ലാതെ ബാംഗ്ലൂരിൽ നിന്നും കുറുപ്പിന്റെ മകനായ കേശുവും ഭാര്യയും അവരുടെ ഏക മകളും 3 കൊല്ലത്തിന് ശേഷം കുറുപ്പിനെയും അമ്മാളുകുട്ടിയെയും കാണാൻ എത്തുന്നത്. അവരെ കണ്ട് വേലിക്കൽ നിന്ന് ഇന്ന് സദ്യവട്ടം ഉണ്ടാവുമെന്ന് മാലതി കണ്ണനോട് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ അവരുടെ വരവിന് ഒരു കാരണമുണ്ടായിരുന്നു. ഏക മകളായ ബീനമോൾക്ക് കന്നഡികനായ മുസ്ലിം പയ്യനുമായൊരു ചുറ്റിക്കളി. അവളോടൊപ്പം പഠിക്കുന്ന പയ്യനാണ്, നന്നായി പഠിക്കും. പക്ഷേ അവന്റെ അച്ഛൻ കേശുവിന്റെ കമ്പനിയിലെ ഡ്രൈവറാണ്. അത് അവർക്ക് കുറച്ചിലാണല്ലോ. കാര്യങ്ങൾ കേട്ട കുറുപ്പ്, അച്ഛനല്ലേ ഡ്രൈവർ, ചെക്കനല്ലല്ലോ, പിന്നെ പയ്യന് റാങ്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ സ്ഥിതിക്ക് അവന് നല്ല ജോലിയും കിട്ടുമല്ലോ, പിന്നെ ഡ്രൈവർ പണി മോശമാണോ, ഓരോന്നിനും അതിൻ്റെതായ അന്തസ്സുണ്ടല്ലോ എന്ന യാഥാർത്ഥ്യങ്ങൾ കുറുപ്പ് മകനോട് പറയുന്നു. പക്ഷേ കേശുവും ഭാര്യയും പൊടിക്കടങ്ങിയില്ല. അച്ഛനും അമ്മയും ചേർന്ന് മകളെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം, അതാണ് അവരുടെ ആവശ്യം. കുറച്ചു സമയം കഴിഞ്ഞ് അവർ പേരക്കുട്ടിയെ അടുത്ത് വിളിച്ച് ശാന്തമായി സംസാരിക്കുന്നു. ബീനയുടെ താല്പര്യം കേവലം കുട്ടിക്കളിയല്ലെന്നറിയുന്ന കുറുപ്പ് അവരുടെ കല്യാണം അച്ഛനും അമ്മയും എതിർത്താലും ഈ വീട്ടുമുറ്റത്ത് വെച്ച് താൻ നടത്തിത്തരുമെന്ന് കൊച്ചുമകൾക്ക് വാക്ക് നൽകുന്നു. വന്ന കാര്യം വിപരീതമായി പര്യവസാനിച്ചതിൽ വിഷമമുണ്ടെങ്കിലും അച്ഛന്റെ തീരുമാനത്തെ മാനിച്ചുകൊണ്ട് കേശുവും ഭാര്യയും മകൾ ബീനയും യാത്രയാവുന്നു. പിന്നീട് കാണിക്കുന്നത് ജാനുവിന്റെ വീടാണ്, കല്യാണ വീട്. മാലതിയുടെ കല്യാണം ഭാസ്കരനുമായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. കുറുപ്പും അമ്മാളുകുട്ടിയും അവളെ അനുഗ്രഹിച്ച് പടിയിറങ്ങുന്നു. ശേഷം അവർ നേരെ പോകുന്നത് ഭാസ്കരന്റെ വീട്ടിലാണ്. അവിടെയും ഒന്ന് എത്തി നോക്കി ഇരുവരും വീട്ടിലേക്ക് തിരിക്കുന്നു. പോരും വഴി മാലതിക്ക് അമ്മാളു നൽകിയ കുതിരപ്പവന്റെ കാര്യം കുറുപ്പ് തിരക്കുന്നുണ്ട്. ഇനി ബാക്കി 4 എണ്ണം ഉണ്ടെന്നും അതിലൊന്ന് ബീനയ്ക്കും ഭർത്താവിനും കൊടുക്കാമെന്നും അവർ നിശ്ചയിക്കുന്നു. ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ ജാനുവിന്റെ വീട്ടിൽ നിന്നും ഉയരുന്ന സംഗീതം കേൾക്കാം. ഈ സമയം അമ്മാളുകുട്ടി അവരുടെ കല്യാണ ദിവസത്തെ ഓർമ്മകളിലേക്ക് പോകുന്നു. കുറുപ്പ് വലിയ ദേഷ്യക്കാരനാണെന്നും അതുകൊണ്ട് തനിക്ക് വലിയ പേടിയായിരുന്നുവെന്നും അമ്മാളു കഥ പോലെ പറയുന്നു. എന്നിട്ട് എപ്പോഴാ പേടി മാറിയേ എന്ന കുറുപ്പിന്റെ ചോദ്യത്തിന് ബസിന്റെ മണം തട്ടിയപ്പോ വല്ലാണ്ട് ഛർദ്ദിക്കാൻ വന്നു. അപ്പോ ആരും കാണാതെ എന്റെ കയ്യിലൊരു ചെറുനാരങ്ങ വെച്ചു തന്ന് ഇത് മണപ്പിച്ചോളൂ, ഛർദി വരില്ല എന്ന് പറഞ്ഞില്ലേ, നോക്കുമ്പോ ഒരു ചിരി, ചെറിയ ഒരു പുഞ്ചിരി എന്ന് പുഞ്ചിരിയോടെ അമ്മാളു മറുപടി നൽകുന്നു. അമ്മാളൂട്ടിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചിരിയോടെ ഇരുവരും അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലെത്തിയ കുറുപ്പ് തന്റെ പച്ചക്കറിത്തോട്ടത്തിലൂടെ ഒന്നുലാത്തുന്നു. ശേഷം ജാനു കൊടുത്തയച്ച വിഭവങ്ങൾ ഇരുവരും ആസ്വദിച്ച് കഴിക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് ഇടം കണ്ണിട്ട് ചെറുചിരിയോടെ നോക്കിയിരിക്കുന്ന അമ്മാളൂട്ടി. ഊണ് കഴിഞ്ഞ് ഒരേമ്പക്കവും വിട്ട് കുറുപ്പ് എണീറ്റ് പോകുമ്പോൾ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ എന്ന് അമ്മാളൂട്ടി പറയുന്നു. കുറുപ്പ് അങ്ങനെ ഒരു ഉച്ചമയക്കത്തിന് തയ്യാറായി കിടക്കുമ്പോൾ അമ്മാളൂട്ടി അരികിൽ വന്നിരുന്ന് പഴയ ആളൂരിലെ ആലോചനയെക്കുറിച്ച് പറയുന്നു. ഇനി അതെന്തിനാ വിസ്തരിക്കണേന്ന് കുറുപ്പ് ശുണ്ടി പിടിക്കുന്നു. എന്നാൽ ആ ആലോചനയെക്കുറിച്ച് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും നിങ്ങൾ തന്നെയാണ് എന്നെ ആദ്യമായി കാണാൻ വന്നത് എന്നും അമ്മാളൂട്ടി സമ്മതിക്കുന്നു. അത് ഞാൻ നേരത്തെ ഊഹിച്ചിരുന്നു. നീ കെട്ടിച്ചമച്ച് ഓരോന്ന് പറയുമ്പോ മുഖം നോക്കിയാൽ എനിക്ക് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞ് രണ്ടാളും ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. അമ്മാളൂട്ടി കുറുപ്പിനരികിൽ കിടന്ന് വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മാളൂട്ടിയെ കേട്ട് അങ്ങനെ നിറഞ്ഞ മനസ്സിൽ കുറുപ്പ് എന്നേക്കുമായി യാത്രയായി. മക്കളും മരുമക്കളും അയൽക്കാരും പേരക്കുട്ടികളും ബന്ധുക്കളും എല്ലാം വന്നു ചേർന്നു. ചടങ്ങുകളൊക്കെ ഭംഗിയായി. കത്തിത്തീരാറായ കുറുപ്പിന്റെ ചിത, ദൂരെ നിന്ന് നോക്കിക്കാണുന്ന കണ്ണന്റെ ചിത്രം
നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തുന്നു. രാത്രിയായപ്പോൾ മക്കളെല്ലാവരും അമ്മയെ തങ്ങൾക്കൊപ്പം വരണമെന്നും ഓരോരുത്തരുടെ അടുത്ത് മാറി മാറി നിൽക്കാമെന്നും അപ്പോൾ മനസ്സൊന്ന് ശാന്തമാകുമെന്നും അമ്മയോട് പറയുമ്പോൾ, ഞാൻ എവിടേക്കുമില്ല കുട്ടികളെ, ഞാനിവിടെ ഒറ്റയ്ക്കല്ല. അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടം തന്നെ ഉണ്ടാവും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ എന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അമ്മാളൂട്ടി. അങ്ങനെ മക്കളെല്ലാം യാത്രയായി. കുറുപ്പുമൊത്ത് കുശലം പറഞ്ഞിരുന്ന പുഴയോരത്ത് ഏകനായി ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ഗോവിന്ദേട്ടൻ. യാത്ര പറയാനായി മാലതിയും ഭാസ്കരനും എത്തുന്നു. ഈ സമയം തൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ മാലതിയോട് അമ്മാളു പങ്കുവയ്ക്കുന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ വല്യച്ഛൻ ബുദ്ധിമുട്ടാതെ പോയെന്ന് മാലതിയോട് പറയുന്നു. അകത്തു നിന്നും കണ്ണൻ ഇറങ്ങി വരുന്നു. മംഗലത്തോടെ മരിക്കാനാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുക. എന്നാൽ താൻ നേരെ മറിച്ചായിരുന്നു. അതിൻ്റെ കാരണം, രാത്രിയിൽ വയറ് കാളുമ്പോൾ മോര് വേണം, കുളിക്കുമ്പോൾ രാസ്നാദിപ്പൊടി വേണം, തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ, ആഹാരം നോക്കിയും കണ്ടും വെക്കണം. ഞാനില്ലാതായാൽ അങ്ങേർക്കിതൊക്കെ ആരാ ചെയ്തു കൊടുക്കുക? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം. അത്രയും പറഞ്ഞ് അമ്മാളു കണ്ണു തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നു. മാലതിയെ വഴി അയക്കാനായി കണ്ണനും പോകുമ്പോൾ ഉമ്മറത്തെ തൂണിൽ ചാരി നിന്ന് അമ്മാളൂട്ടി ഏങ്ങലടിച്ചു. വല്യച്ഛൻ നേരത്തെ മരിച്ചത് ഭാഗ്യമായെന്ന് പറഞ്ഞ വല്യമ്മ എന്തിനാണ് പിന്നെ കരയുന്നത് എന്ന പൊരുൾ കണ്ണന് പിടികിട്ടിയിരുന്നില്ല. അവൻ കുഞ്ഞല്ലേ. എല്ലാവരും യാത്രയായപ്പോൾ അമ്മാളു കുറുപ്പിന്റെ പ്രിയപ്പെട്ട കൃഷിയിടത്തിലൂടെ നടക്കുന്നു. അവിടെ കുറുപ്പിന്റെ കരങ്ങളെന്നോണം പന്തലിൽ പടർന്നു കയറിയ കൈപ്പവള്ളി അമ്മാളൂട്ടിയെ ആലിംഗനം ചെയ്യുന്നു.